രാഷ്ട്രീയ കലോത്സവത്തിന്റെ വിധി നിർണയവും വിധി പ്രഖ്യാപനവും നോൺസെൻസ് ന്യൂസ് ഒരു രസകരമായ ഭാവനയിൽ പരിശോധിക്കുന്നു. നോൺസെൻസ്. തൃശ്ശൂരിൽ നമ്മുടെ കുട്ടികളുടെ യുവജനോത്സവം, സംസ്ഥാന സ്കൂൾ യുവജനോത്സവം പൊടിപൊടിക്കുകയാണ്. നിയമസഭാ ഇലക്ഷൻ അടുത്തതോടുകൂടി നമ്മുടെ രാഷ്ട്രീയക്കാർക്കിടയിലെ രാഷ്ട്രീയ കലോത്സവവും പൊടിപൊടിക്കുന്നു. രാഷ്ട്രീയ കലോത്സവത്തിന്റെ വിധി നിർണയവും വിധി പ്രഖ്യാപനവും നോൺസെൻസ് ന്യൂസ് ഒരു രസകരമായ ഭാവനയിൽ പരിശോധിക്കുന്നു. വിധി പ്രഖ്യാപനം ആരംഭിക്കുന്നു. ആദ്യത്തത് മോണോ ആക്ട്. ഫസ്റ്റ് പ്രൈസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിത്ത് എ ഗ്രേഡ്. ചാറ്റിലും മൊബൈൽ ഫോൺ സംഭാഷണങ്ങളിലും ഒറ്റയ്ക്ക് മോണോ ആയി പുലർത്തിയ രാഗം, ഭാവം, ശബ്ദക്രമീകരണങ്ങൾ എല്ലാം എ ഗ്രേഡ് നിലവാരത്തിലുള്ളതായിരുന്നുവെന്ന് വിധികർത്താക്കൾ. മാത്രമല്ല, ഓഡിയൻസ് ചീമുട്ട എറിയുമ്പോഴും അദ്ദേഹം പുലർത്തിയ ചിരി അതിമനോഹരമായിരുന്നുവെന്ന് വിധികർത്താക്കൾ വിലയിരുത്തി. സംഘഗാനം ഫസ്റ്റ് പ്രൈസ് ജോസ് കെ മാണി ആൻഡ് പാർട്ടി. ഗാനം തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്ന്. സംഘത്തിലെ 1-2 പേർ വരികൾ തെറ്റിച്ച് പാടിയെങ്കിലും മൊത്തം പ്രകടനം അനുകൂലമായതിനാലാണ് ജോസ് കെ മാണിക്കും സംഘത്തിനും ഫസ്റ്റ് പ്രൈസ് സംഘഗാനത്തിന് കിട്ടിയത്. പ്രസംഗം 1ാം സമ്മാനം എ ഗ്രേഡോടുകൂടി MV ഗോവിന്ദൻ മാഷ്. നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന വിഷയത്തിലായിരുന്നു പ്രസംഗ മത്സരം. മൂർത്തവും അമൂർത്തവുമായ ചില ആശയങ്ങളെ പ്രതിക്രിയാവാതകവും പരിണാമശേഷിയും ആപേക്ഷികതയും പ്രതിപ്രവർത്തനവും ചേർത്ത് മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് എങ്ങനെ വളരെ ലളിതമായി സന്നിവേശിപ്പിക്കാം എന്നത് വളരെ ലളിതമായി പറഞ്ഞതിനാണ് ഗോവിന്ദൻ മാഷക്ക് പ്രസംഗത്തിന് 1ാം സമ്മാനം എ ഗ്രേഡോടുകൂടി നൽകിയിരിക്കുന്നത്. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർക്ക് ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്ന തോന്നലുണ്ടാക്കി എന്നാണ് ജഡ്ജസ് അഭിപ്രായപ്പെട്ടത്. ഭരതനാട്യം ഫസ്റ്റ് പ്രൈസ് ഭരത് സുരേഷ് ഗോപി. എയിംസ് ആലപ്പുഴയ്ക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിന് എന്ന പദം വിശിഷ്ടമായ കൈമുദ്രകളോടെ ശിരസ് ആട്ടലോടെ അതിഗംഭീരമായി ആടിയതിനാണ് സുരേഷ് ഗോപിക്ക് 1ാം സമ്മാനം. ഈ പദത്തിന് അവസാനം മറ്റേ മോനെ എന്നുള്ള വിളി ജഡ്ജസിന്റെ കണ്ണു തള്ളിച്ചു. നാടകം ഫസ്റ്റ് പ്രൈസ് VD സതീശൻ ആൻഡ് പാർട്ടി. നാടകത്തിന്റെ പേര് വിസ്മയം വരും കേട്ടോ. വരുമായിരിക്കും. മാർഗംകളി ഫസ്റ്റ് പ്രൈസ് ഐഷ പോറ്റി. ഒരു മാർഗവുമില്ലാതെ എങ്ങോട്ട് പോകണം എന്ന് അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായി ഒരു മാർഗം കണ്ടെത്തി മാർഗം കളിച്ചതിനാണ് ഈ 1ാം സമ്മാനം. മത്സരഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഫസ്റ്റ് പ്രൈസുകൾ കൂടുതൽ മലപ്പുറത്തിനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അപ്പീലിന് പോയിട്ടുണ്ട്. കരുതിയിരിക്കുക. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിൽ സ്വർണം കുറവാണ് എന്നുള്ളത് കൊണ്ട് സ്വർണ്ണപ്പാളി അതിനുള്ളിൽ നിന്നും പറിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും കൊണ്ടുപോയിട്ടുള്ളതിനാൽ ഇത്തവണ സ്വർണമില്ലാത്ത സ്വർണ്ണക്കപ്പായിരിക്കും വിജയികൾക്ക് ലഭിക്കുക. താങ്ക് യു.